തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച എല്ലാ മാസവും 1000 രൂപ വീതം നൽകുന്ന പെൻഷൻ പദ്ധതിയുടെ അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അതോടൊപ്പം ഈ പെൻഷൻ ലഭിക്കുന്നതിന് ആവശ്യമായ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നുള്ള വിവരങ്ങളും സർക്കാർ ഉത്തരവിലൂടെ പുറത്തിറക്കിയിട്ടുണ്ട്. 2025 നവംബർ മാസം മുതൽ പുതുതായി ആരംഭിച്ചിരിക്കുന്ന ഈ പെൻഷൻ പദ്ധതിയിലേക്ക് ആർക്കെല്ലാം അപേക്ഷിക്കാം, എവിടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് തുടങ്ങിയ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. സർക്കാർ പ്രഖ്യാപിച്ച 1000 രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ നിങ്ങളുടെ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്കാണ് അപേക്ഷ നൽകേണ്ടത്. അതായത് പഞ്ചായത്തിലുള്ളവർ നിങ്ങളുടെ പഞ്ചായത്ത് സെക്രട്ടറിക്കും, മുനിസിപ്പാലിറ്റിയിലുള്ളവർ നിങ്ങളുടെ മുനിസിപ്പാലിറ്റി സെക്രട്ടറിക്കും, കോർപ്പറേഷനിലുള്ളവർ കോർപ്പറേഷൻ സെക്രട്ടറിക്കുമാണ് അപേക്ഷ നൽകേണ്ടത്. ഇപ്പോൾ നേരിട്ടുള്ള അപേക്ഷാ രീതിയാണ് ആരംഭിച്ചിരിക്കുന്നത്. അക്ഷയ പോലുള്ള ഓൺലൈൻ അപേക്ഷ ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല. സംസ്ഥാനത്ത് സ്ഥിരതാമസമുള്ള സ്ത്രീകൾക്ക് മാത്രമായിരിക്കും ഈ ആനുകൂല്യം ലഭിക്കുക. അപേക്ഷ നൽകുന്ന സ്ത്രീകളുടെ പ്രായപരിധി 35നും 60നും ഇടയിലായിരിക്കണം. 60 വയസ്സെന്ന പ്രായപരിധി കടക്കുന്ന ദിവസം മുതൽ പിന്നീട് ഈ പെൻഷന് അർഹതയുണ്ടായിരിക്കുന്നതല്ല. അതായത് ഇപ്പോൾ 35 വയസ്സായവർക്ക് അപേക്ഷ നൽകി പെൻഷൻ വാങ്ങി തുടങ്ങാം. 60 വയസ്സ് വരെ അവർക്ക് ഈ പെൻഷൻ വാങ്ങാൻ കഴിയും. അതുപോലെ ഇപ്പോൾ 55 വയസ്സായ സ്ത്രീകൾക്കും അപേക്ഷ നൽകാം. എന്നാൽ അവർക്ക് 5 വർഷം കൂടി, അതായത് 60 വയസ്സാകുന്നതുവരെ മാത്രമേ പെൻഷൻ ലഭിക്കുകയുള്ളൂ. 60 വയസ്സ് തികയുന്ന മാസം മുതൽ ഈ പെൻഷൻ ലഭിക്കുന്നത് അവസാനിക്കും. അതിന് കാരണം 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വാർദ്ധക്യകാല പെൻഷന് അപേക്ഷിക്കാവുന്നതാണ്. വാർദ്ധക്യകാല പെൻഷൻ ഇപ്പോൾ മാസം 2000 രൂപ വീതമാണ് സർക്കാർ നൽകുന്നത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷിക്കുന്നവർ മറ്റ് സാമൂഹ്യക്ഷേമ പദ്ധതികളിലൊന്നും തന്നെ ഗുണഭോക്താക്കളാകാത്തവരും അന്ത്യോദയ അന്നയോജന, മഞ്ഞ റേഷൻ കാർഡ്, അതുപോലെ മുൻഗണന PHH പിങ്ക് റേഷൻ കാർഡ് എന്നിവയിൽ ഉൾപ്പെടുന്നവർ ആയിരിക്കണമെന്നാണ് നിബന്ധന. ട്രാൻസ് വുമൺ അടക്കമുള്ള സ്ത്രീകൾക്ക് അപേക്ഷിക്കാം. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ അംഗമാകുന്നവർക്ക് പ്രതിമാസം 1000 രൂപ വീതം ലഭിക്കും. വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, വികലാംഗ പെൻഷൻ മുതലായ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷനുകൾ, വിവിധതരം സർവീസ് പെൻഷനുകൾ, കുടുംബ പെൻഷൻ, ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള കുടുംബ പെൻഷൻ, EPF പെൻഷൻ മുതലായവ ലഭിക്കുന്നവർക്ക് ഈ പെൻഷൻ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതല്ലെന്ന് സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തിനകത്ത് നിന്നും താമസം മാറുകയോ കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസ്, അതുപോലെ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ, പദ്ധതികൾ, സർവകലാശാലകൾ, മറ്റ് സ്വയംഭരണ ഗ്രാന്റിനെയ്ഡ് സ്ഥാപനങ്ങൾ എന്നിവയിൽ സ്ഥിരം അല്ലെങ്കിൽ കരാർ നിയമനം ലഭിക്കുകയോ ചെയ്യുന്നതോടുകൂടി ഈ പെൻഷൻ ആനുകൂല്യത്തിനുള്ള അർഹത ഇല്ലാതാകുന്നതാണ്. ഈ പദ്ധതിയിൽ അപേക്ഷിച്ച് മാസം 1000 രൂപ വീതം പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അന്ത്യോദയ അന്നയോജന, മുൻഗണനാ റേഷൻ കാർഡുകൾ ഏതെങ്കിലും കാരണവശാൽ നീലവെള്ള റേഷൻ കാർഡുകളായി തരം മാറ്റപ്പെടുന്ന പക്ഷം അന്നു മുതൽ ഈ പെൻഷൻ ആനുകൂല്യത്തിനുള്ള അർഹത ഇല്ലാതാകുന്നതാണ്. 60 വയസ്സിന് മുൻപ് ഗുണഭോക്താവ് മരണപ്പെട്ടതിന് ശേഷമുള്ള ആനുകൂല്യത്തിന് അവകാശികൾക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. എല്ലാ ഗുണഭോക്താക്കളും ഈ പെൻഷൻ പദ്ധതി മാനദണ്ഡങ്ങളുടെ പരിധിയിൽ വരുന്നുണ്ടെന്ന് കാണിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സത്യപ്രസ്താവന നൽകേണ്ടതാണ്. ഗുണഭോക്താവ് 1 മാസമോ അതിലധികമോ കാലം റിമാൻഡ് ചെയ്യപ്പെടുകയോ ജയിലിൽ അടക്കപ്പെടുകയോ ചെയ്യുന്ന പക്ഷം പ്രസ്തുത കാലയളവിലെ ആനുകൂല്യത്തിന് അർഹതയുണ്ടായിരിക്കുന്നതല്ല. പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയായി ജനന സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് എന്നിവ ഉപയോഗിക്കാം. ഇവയുടെ അഭാവത്തിൽ മാത്രം വയസ്സ് തെളിയിക്കുന്നതിന് മറ്റൊരു രേഖകളൊന്നും ലഭ്യമല്ല എന്നുള്ള അപേക്ഷകയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ഡോക്ടർ സർട്ടിഫിക്കറ്റ് പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയായി ഉപയോഗിക്കാവുന്നതാണ്. ഈ പെൻഷൻ അനർഹമായി കൈപ്പറ്റുന്നവരിൽ നിന്നും ഇത്തരത്തിൽ കൈപ്പറ്റിയ തുക 18% പലിശ സഹിതം തിരികെ ഈടാക്കുന്നതാണ്. ഈ പെൻഷൻ പദ്ധതിയിൽ ചേർന്ന് മാസം 1000 രൂപ വീതം വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് വർഷത്തിലൊരിക്കൽ ആധാർ അടിസ്ഥാനമാക്കിയുള്ള വാർഷിക മസ്റ്ററിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. ഈ പുതിയ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടു വന്ന സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കിയ കാര്യങ്ങൾ ഇതൊക്കെയാണ്. മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിലുള്ള 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പുതിയ പെൻഷൻ പദ്ധതിയെ പറ്റിയുള്ള ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.